ഇതാണ് കുറ്റിപ്പുറം പാലം. പുറത്തേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു, പൊന്നാനി ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ആഹാ റെസ്റ്റോറൻറ്റ്, KTDCയുടെ ആഹാ റെസ്റ്റോറൻ്റ് ആണിത്. ഇവിടെയാണ് എൻ്റെ അനിയത്തി വർക്ക് ചെയ്യുന്നത്. അവളൊരു 2 വർഷത്തോളമായി ഇവിടെ വർക്ക് ചെയ്യുന്നു. അവൾ പഠിച്ചത് ട്രാവൽ ടൂറിസം ആയിരുന്നു. അപ്പോൾ അങ്ങനെ അവൾക്ക് കിട്ടിയതാണ് ഇവിടെ ജോബ്. ഫ്രണ്ട് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അവളെ പിക്ക് ചെയ്തിട്ട് നേരെ പൊന്നാനി ബീച്ചിലേക്ക് എത്തി. ഐഗുനതാ ശ്രീകുട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങായിരുന്നു. ഐഗു മണ്ണിൽ ഇറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പൊന്നാനി ബീച്ചിൻ്റെ ഒരു വ്യൂ എന്ന് പറയണത്. അപ്പോൾ ഐഗു ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. വന്നപ്പോൾ തന്നെ പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാണ്. കാറിലൊക്കെ പുറത്ത് പോവുക, ബൈക്കിൽ പുറത്ത് പോകുക എന്നൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞവിടെ നിൽക്കുകയാണ്. പിന്നെ എൻ്റെ അനിയത്തി വന്നപ്പോൾ തന്നെ റീൽസ്, വീഡിയോസ്, ഫോട്ടോസൊക്കെ എടുക്കൽ തുടങ്ങി. അങ്ങനെ ഐഗുവിനൊന്ന് കടലിലിറക്കണം. അവിടെ ദുബായിലായിരുന്ന സമയത്ത് അവിടെ ജസ്റ്റ് പോയിട്ട് ഒന്ന് കണ്ടു. നമ്മുടെ നാട്ടിലല്ലേ എത്ര തിരക്കെ ഉള്ളത്, അവിടെ ഇല്ലല്ലോ, ദുബായിലില്ലല്ലോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഐഗുസ് വ്ലോഗ്. അങ്ങനെ ഞങ്ങളിത് പൊന്നാനി ബീച്ച് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഐഗു ആദ്യമായിട്ടാണ് പൊന്നാനി ബീച്ച് കാണുന്നതും. ആക്ച്വലി അവിടെ ഒരു വട്ടം കണ്ടിട്ട് നല്ല ബീച്ച് ഇറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ബീച്ച് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പോടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഐഗു ഭയങ്കര ഹാപ്പിയിലാണ്. ലാസ്റ്റ് എനിക്ക് 9th month ഉള്ളപ്പോൾ ജസ്റ്റ് വന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി പോയതാണ്. പിന്നെ ഞാനും ഇപ്പോഴാണ് വരുന്നത്. അപ്പൊ അതാ ആ സുന്ദരിയെ കുട്ടി ഇതാണ് ശ്രീകുട്ടി. അവളെന്റെ സ്വന്തം പുകഴ്ത്തി പറഞ്ഞത്. അഗേട്ടൻ രണ്ടും തുനിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഐഗുവിനെ വെള്ളത്തിൽ ഇറക്കണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ശ്രീകുട്ടി ഭയങ്കര ഫോട്ടോ, വീഡിയോ ആൻഡ് ഷൂട്ടിലാണ്. റീൽസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഐഗുവിനെ വെച്ചിട്ട്. ഞാനും ഇതിൽ ചെറിയൊരു ഭാഗമായിട്ടുണ്ട്. അതെ, അപ്പൊ ഐഗുവിനെ അഗേട്ടൻ ഒന്ന് വെള്ളത്തിലേക്ക് കൊണ്ടുപോവാണ്. ഐഗു ഭയങ്കര ഹാപ്പിയിലാണ്. ഐഗുവിന്റെ പാന്റ് കയറ്റിക്കൊന്നു. ഓക്കെ. ഐഗു ബൈ, ചാച്ചാ, പോയി കളിച്ചോ. ഐഗു എവിടേക്കാ പോണേ? വെള്ളത്തെ കളിക്കാൻ പോവാ. രണ്ടാളും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങുന്നില്ലേ? വേണ്ടാന്നോ? മേടിച്ചു പോയോ? ശ്രീകുട്ടി എടുക്കാൻ നോക്കിയപ്പോൾ ഐഗു ശ്രീകുട്ടിയുടെ അടുത്തേക്ക് പോയിട്ടില്ല. അങ്ങനെ ഫോൺ എൻ്റെ അടുത്ത് തന്നിട്ട് ആകിയേട്ടൻ ഐഗുവിനെ വെള്ളത്തിൽ ഇറക്കാൻ വേണ്ടി, പേടി ആദ്യം ഒന്ന് മാറ്റണമല്ലോ ഐഗുവിൻ്റെ, അതുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നാലെ ശ്രീകുട്ടിയും പോയിട്ടുണ്ട്. ആദ്യം ഐഗുവിൻ്റെ പേടിയൊക്കെ മാറ്റി ഇപ്പം അതൊക്കെ ഇറക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചുള്ള പ്ലാനാണ്. അങ്ങനെ കുറച്ച് രണ്ടാളും അവിടെ പോയി നിന്നു. ശ്രീകുട്ടി വീണ്ടും എടുക്കാനൊക്കെ നോക്കി. അവളുടെ അടുത്തേക്ക് പോയില്ല. അങ്ങനെ ഇതാ ഐഗു ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും ഇറങ്ങി. ശ്രീകുട്ടി ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങി. നമ്മൾ പോയത് വർക്കിംഗ് ഡേ ആണ്, പക്ഷേ എന്നാലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. ബീച്ചിൽ നല്ല തിരക്കുണ്ടായിരുന്നു. തിരക്ക് കുറവാകുമെന്ന് വിചാരിച്ചിരുന്നു. പോയപ്പോൾ എന്ത് വർക്കിംഗ് ഡേയ്സ്, നല്ല തിരക്കായിരുന്നു. പിന്നെ വെക്കേഷനും ആണല്ലോ, അപ്പോൾ മക്കളും അത്യാവശ്യം ഉണ്ട്. അങ്ങനെയൊക്കെ നമ്മളിതാ എൻജോയ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ ഐഗുവിനെ ഇറക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഐഗുവിനെ പേടി മാറി തുടങ്ങി. അങ്ങനെ വെള്ളത്തിലേക്ക് ഇറക്കാമെന്നുള്ളൊരു പ്ലാനാണ്. ദൂരെ 2 ബോട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഐഗുവിന് കാണിച്ചു കൊടുക്കുക, ബോട്ട് അതാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഐഗുവിന് എന്ത് ബോട്ട്, അത്ര ദൂരെയാണ് ബോട്ട് നിൽക്കുന്നത്. ഐഗു തിരമാല വരുന്നത് നോക്കി നിൽക്കുക എന്നല്ലാതെ ബോട്ടൊന്നും ഐഗു കണ്ടിട്ടില്ല. അങ്ങനെ ഇതാ വലിയൊരു തിര വന്നു. അങ്ങനെ ഞങ്ങള് ഐഗുവിന്റെ പേടി കാരണം ഭയങ്കര ധൈര്യമുള്ളവരാണ് പിന്നെ നിൽക്കുന്നത്. ഐഗു എന്താ ഇറങ്ങാത്ത പേടിയാ? പേടിയുണ്ടോ? അതിനൊരു പേടിയുണ്ടോ? രണ്ടെണ്ണം തിരയെ നോക്കിക്കാണ് വരുന്നത്. Hello guys.
ഇതാണ് പൊന്നാനി ലൈറ്റ് ഹൗസ് ബാക്കി കാണുന്നത്. ലൈറ്റ് ഹൗസ് ആയിക്കോട്ടെ കാത്തിത്തരാ. ആയിക്കോ ഹാപ്പി ഹാപ്പി. ആയിക്കോ ഹാപ്പി ഹാപ്പി. ആയിക്കോ ഹാപ്പി. അപ്പോഴൊക്കെ കുറച്ചും കൂടെ ഇറങ്ങി നിന്നോട്ടായിക്കോ. ഞാൻ ഇറങ്ങി പൂ മിക്കുമാറായിക്കോ. മതി മതി. ആയിക്കോ ഇങ്ങോട്ട് വരില്ലോ. ആയിക്കൊരു വെള്ളം കിട്ടാൻ വേണ്ടി ആയിക്കോ വരുന്നുണ്ട്. ആയിക്കോ ഹാപ്പി ആയി. ആയിക്കോ വെയിറ്റിംഗാ വരാൻ വേണ്ടി. ഇഷ്ടായി. ആയിക്കോ നല്ല ഇഷ്ടായി. അത് വരും. അതെന്തായാലും വരും. എടുത്തോട്ടാ പോയിക്കോ. അത് വരും മോനെ. വലുതാ വലുത് എടുത്തോടുത്തെടുത്തോ. ആയിക്കോ അങ്ങോട്ട് അങ്ങനെ ഇറങ്ങി പോണോക്കെ. അവൻ ഇറങ്ങാ. നല്ല വലുതാ. നല്ല വലുതാ. അങ്ങനെ ഞങ്ങളുടെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.